പട്ടത്ത ശുശ്രൂഷ എന്നത് മനുഷ്യരാശിക്ക് ദൈവം നൽകിയ ശ്രേഷ്ഠമായ വരദാനവും ഉത്തരവാദിത്വവുമാണ്. ചരിത്രത്തിലുടനീളം അനേകർ സ്ഥാനമാനങ്ങളിലും നേതൃത്വ സ്ഥാനങ്ങളിലും ആകർഷിക്കപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അവർ ബഹുമാനവും അംഗീകാരവും അധികാരവും സ്വാധീനവുമൊക്കെ ആഗ്രഹിക്കുന്നു എന്നതാണ്. എന്നാൽ നേതൃത്വം എന്നതിന് യേശു പുതിയൊരു അർത്ഥവും വ്യാഖ്യാനവും നൽകി. ദൈവരാജ്യത്തിൻ്റെ മഹത്വം നിർണ്ണയിക്കപ്പെടുന്നത് സ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, സേവനങ്ങളുടെ അഥവാ ശുശ്രൂഷയുടെ അടിസ്ഥാനത്തിലാണ്. അധികാരത്തിലല്ല, സ്വയ സമർപ്പണത്തിലൂടെയാണ്. സേവിക്കപ്പെടാനല്ല, മറ്റുള്ളവരെ സേവിക്കുന്നതിലൂടെയാണ്. ഇന്നത്തെ ചിന്താവിഷയം പട്ടത്ത ശുശ്രൂഷ മഹത്വത്തിനല്ല, സേവനത്തിനായുള്ള വിളി എന്നുള്ളതാണ്. നൽകപ്പെട്ട പാഠഭാഗങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പട്ടത്ത ശുശ്രൂഷ ഒരു ദൈവവിളിയും എളിമയിൽ അധിഷ്ഠിതമായ ഉത്തരവാദിത്വവും ത്യാഗനിർഭരമായ സേവനവും ആണെന്നുള്ളതാണ്. ശുശ്രൂഷകർ മറ്റുള്ളവരുടെ കയ്യടിയും പ്രശംസയും നേടാനല്ല, വിശ്വസ്തമായ സേവനത്തിലൂടെ ക്രിസ്തുവിനെ മഹത്വപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത്. ഒന്നാമത്തെ ചിന്ത, പട്ടത്ത ശുശ്രൂഷ ആരംഭിക്കുന്നത് ദൈവ വിളിയോടെയാണ്. പട്ടത്ത ശുശ്രൂഷ ആരംഭിക്കുന്നത് ദൈവ വിളിയോടെയാണ്. യിരെമ്യാപ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 4 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ യിരെമ്യാവിനെ ദൈവിക ശുശ്രൂഷയ്ക്കായി ദൈവം വിളിക്കുന്നതായി നാം കാണുന്നു. യിരെമ്യാവ് ഒരിക്കലും ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ആഗ്രഹിച്ചതല്ല, പക്ഷെ ദൈവം അവനെ വിളിച്ചു. നിന്നെ ഉദരത്തിൽ ഉരുവാക്കിയതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്ത് വന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. ജാതികൾക്ക് പ്രവാചകനായി നിയമിച്ചിരിക്കുന്നു. യിരെമ്യാവ് 1-ാം അധ്യായം 5-ാം വാക്യം. ദൈവം മനുഷ്യനെ വിളിക്കുന്നത് അവൻ്റെ യോഗ്യതകളുടെ അടിസ്ഥാനത്തിലല്ല. ദൈവം യിരെമ്യാവിനെ വിളിച്ചപ്പോൾ തനിക്ക് അതിനുള്ള കഴിവും യോഗ്യതയും ഇല്ല എന്ന് യിരെമ്യാവ് പറയുന്നു. അയ്യോ യഹോവയായ കർത്താവേ, എനിക്ക് സംസാരിപ്പാൻ അറിഞ്ഞുകൂടാ, ഞാൻ ബാലനല്ലോ എന്നാണ് യിരെമ്യാവ് ദൈവവിളിയോട് പ്രതികരിച്ചത്. 6-ാം വാക്യം. എന്നാൽ യിരെമ്യാവിൻ്റെ അയോഗ്യതകളെയും ബലഹീനതകളെയും ദൈവം നിഷേധിക്കുന്നില്ല. ദൈവത്തിന് അവയെക്കുറിച്ച് അറിയാമായിരുന്നു. ദൈവം ചില വാഗ്ദാനങ്ങൾ നൽകി അവനെ ധൈര്യപ്പെടുത്തുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ എൻ്റെ വചനങ്ങളെ നിൻ്റെ വായിൽ തന്നിരിക്കുന്നു. നമ്മുടെ ബലഹീനതകളിൽ നമ്മെ ദൈവം ശക്തിപ്പെടുത്തുന്നു. പട്ടത്ത ശുശ്രൂഷ എന്നത് സ്വയം ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവാദിത്വമല്ല, പാരമ്പര്യമായി ലഭിക്കുന്നതുമല്ല. അതിന് ജനങ്ങളുടെ സമ്മതവും അംഗീകാരവും ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ ആഗ്രഹത്തെ അടിസ്ഥാനമാക്കിയുള്ള ദൗത്യവുമല്ല. അത് ദൈവിക പദ്ധതിയാണ്. ഓരോ ദൈവിക ശുശ്രൂഷകനും എപ്പോഴും ഓർമ്മിക്കേണ്ട ഒരു സത്യമാണ്, ഞാനിവിടെ ആയിരിക്കുന്നത് ദൈവം എന്നെ വിളിച്ചതുകൊണ്ടാണ് എന്നുള്ളത്. ഈ ബോധ്യം ശുശ്രൂഷകരിൽ എളിമ വളർത്താൻ ഇടയാക്കുന്നു. എപ്പോൾ അവർ ദൈവവിളി മറക്കുന്നുവോ അപ്പോൾ പട്ടത്ത ശുശ്രൂഷ ഒരു തൊഴിലോ ജോലിയോ ഒക്കെയായി മാറുന്നു. ആത്മീയ ഉത്തരവാദിത്തത്തിന് പകരം അധികാര മനോഭാവവും സ്വാർത്ഥതയും ഉള്ളവരാകുന്നു. ഒരു പട്ടത്ത ശുശ്രൂഷയുടെ ദൗത്യം നിർവചിക്കുന്നത് അവരുടെ സ്ഥാനങ്ങളോ മേൽപ്പെട്ട പദവികളോ അല്ല, സേവന മനോഭാവമാണ്. രണ്ടാമത്തെ ചിന്ത, പട്ടത്ത ശുശ്രൂഷ ദൈവജനത്തിനുള്ള ഇടയ പരിപാലന ദൗത്യമാണ്. പട്ടത്ത ശുശ്രൂഷ ദൈവജനത്തിനുള്ള ഇടയ പരിപാലന ദൗത്യമാണ്. പത്രോസ് 5-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് സഭാ നേതാക്കന്മാരെ കൂട്ടുമൂപ്പന്മാർ എന്ന് വിളിച്ചിരിക്കുന്നു. 3 പ്രധാന നിർദ്ദേശങ്ങളാണ് അവർക്കായി നൽകുന്നത്. ദൈവഹിതമാവണ്ണം മനഃപൂർവ്വമായി ദൈവത്തിൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയിക്കുക. 2-ാം വാക്യം. ദൈവിക ശുശ്രൂഷ ഒരിക്കലും യാന്ത്രികമാകരുത്. ദൈവം ആഗ്രഹിക്കുന്നത് പൂർണ്ണ മനസ്സോടും സമർപ്പണത്തോടുമുള്ള ശുശ്രൂഷയാണ്. ദുരാഗ്രഹത്തോടെ അല്ല, ഉന്മേഷത്തോടെ ശുശ്രൂഷ ചെയ്യുക. ദൈവിക ശുശ്രൂഷ ഒരിക്കലും പണം, അധികാരം, സ്ഥാനമാനങ്ങൾ, വ്യക്തിപരമായ നേട്ടങ്ങൾ എന്നിവയെ അടിസ്ഥാനപ്പെടുത്തിയാകരുത്. അനേകരുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ലക്ഷ്യത്തോടെയാകണം അത് നിർവഹിക്കപ്പെടേണ്ടത്. ഇടവകകളുടെ മേൽ കർത്തൃത്വം നടത്തുന്നവരായിട്ടല്ല, ആട്ടിൻകൂട്ടത്തിന് മാതൃകളായി തീർന്നുകൊണ്ട് അധ്യക്ഷത ചെയ്യുവിൻ. 3-ാം വാക്യം. ആളുകൾ ദൈവിക ശുശ്രൂഷകരുടെ പ്രസംഗത്തേക്കാൾ ജീവിത മാതൃകയാണ് കണ്ടുപഠിക്കേണ്ടത്. വിശുദ്ധിയുള്ള ജീവിതമാണ് ഏറ്റവും ശക്തമായ മാതൃക. ഒടുവിലായി പൗലോസ് പറയുന്നു, എന്നാൽ ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിൻ്റെ വാടാത്ത കിരീടം പ്രാപിക്കും. 4-ാം വാക്യം. മനുഷ്യൻ്റെ അംഗീകാരവും
പ്രതിഫലവുമല്ല, ദൈവം നൽകുന്ന പ്രതിഫലമാണ് നിലനിൽക്കുന്നത്. മൂന്നാമത്തെ ചിന്ത, പട്ടത്ത ശുശ്രൂഷ നിർവഹിക്കുവാൻ എളിമ ആവശ്യമാണ്. പട്ടത്ത ശുശ്രൂഷ നിർവഹിക്കാൻ എളിമ ആവശ്യമാണ്. മത്തായി 20 20 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ സെബദിയുടെ മക്കളായ യാക്കോബും യോഹന്നാനും കൂടുതൽ ആദരവും അധികാരവും ആഗ്രഹിക്കുന്നു. അവരുടെ അമ്മ യേശുവിനോട് ഇപ്രകാരം ആവശ്യപ്പെട്ടു: ഈ എൻ്റെ പുത്രന്മാർ ഇരുവരും നിന്റെ രാജ്യത്തിൽ ഒരുത്തൻ നിന്റെ വലത്തും ഒരുത്തൻ ഇടത്തും ഇരിപ്പാൻ അരുളി ചെയ്യണമേ എന്ന് പറയുന്നു. മത്തായി 20 21 വാക്യം. ഇത് കേട്ടിട്ട് മറ്റ് ശിഷ്യന്മാർക്ക് ദേഷ്യം വന്നു. കാരണം അവരും അധികാരവും മഹത്വവും ആഗ്രഹിച്ചു. യേശു ഇവിടെ നേതൃത്വം എന്നതിന് പുതിയൊരു വ്യാഖ്യാനം നൽകുന്നു. നിങ്ങളിൽ മഹാനാകുവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം നിങ്ങളുടെ ശുശ്രൂഷക്കാരൻ ആകണം. നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നതിനെല്ലാം നിങ്ങളുടെ ദാസനാകണം. മത്തായി 20 26 27 വാക്യങ്ങൾ. ലോകത്തിൻ്റെ നിയമം ദൈവിക നിയമത്തിൽ നിന്ന് വ്യത്യസ്തമാണ്. മറ്റുള്ളവരെ നിയന്ത്രിക്കാനും അനുസരിപ്പിക്കാനും അംഗീകാരം നേടാനും പദവികൾ നിലനിർത്താനും ലോകം ആവശ്യപ്പെടുമ്പോൾ, മറ്റുള്ളവരുടെ കാലുകൾ കഴുകാനും ഭാര്യകളെ ചുമക്കാനും ക്ഷമിക്കാനും എളിയവരെ ഉയർത്താനും മറ്റുള്ളവരുടെ ശുശ്രൂഷക്കാരനാകുവാനുമാണ് യേശു ആവശ്യപ്പെടുന്നത്. യേശുവാണ് ഇതിന് നമുക്കുള്ള ഏറ്റവും വലിയ മാതൃക. മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിപ്പാനല്ല, ശുശ്രൂഷിപ്പാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുപ്പാനും വന്നതുപോലെ തന്നെ. മത്തായി 20 28 വാക്യം. ഇപ്രകാരം ദൈവിക ശുശ്രൂഷകർ എളിമയുള്ളവരാകണം. എളിമ എന്നാൽ മറ്റവരെ കേൾക്കാനും പ്രശംസ ആഗ്രഹിക്കാതെ സേവനം ചെയ്യുവാനും വിമർശനങ്ങളെ ക്ഷമയോടെ അംഗീകരിക്കാനും എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുക്കുന്നതുമായ ജീവിത അനുഭവമാണ്. ശരിയായ ശുശ്രൂഷ പദവികളും സ്ഥാനമാനങ്ങളും അടിസ്ഥാനമാക്കിയുള്ളതല്ല. ശുശ്രൂഷയും സേവനത്തിനും പ്രാധാന്യം നൽകുന്ന ഒന്നാണ്. ദൈവീക ശുശ്രൂഷ എന്നത് ത്യാഗ നിർഭരമാണ്. കുരിശാണ് ക്രിസ്തീയ ശുശ്രൂഷയുടെ കേന്ദ്രം. യേശു ഒരിക്കലും അധികാര സ്ഥാനങ്ങൾ ലഭിക്കാൻ പരിശ്രമിച്ചില്ല. കാൽവരി ക്രൂശ് തിരഞ്ഞെടുത്തു. ഓരോ പട്ടത്ത ശുശ്രൂഷ ചെയ്യുന്നവരും കുരിശിൻ്റെ പാത പിന്തുടരണം. എതിർക്കുന്നവരോടും ഉപദ്രവിക്കുന്നവരോടും ക്ഷമിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. എളിയവരെ സ്നേഹിക്കുകയും ദൈവിക ശുശ്രൂഷ വിശ്വസ്തയോടെ നിർവഹിക്കുകയും ചെയ്യണം. ഇപ്രകാരം ദൈവിക ശുശ്രൂഷകർക്ക് ദൈവവിളി ആവശ്യമാണ്. യിരെമ്യാവിനെ പോലെ ദൈവവചനത്തിൽ ആശ്രയിക്കുകയും യേശുവിനെ പോലെ എളിമ ധരിക്കുകയും ദൈവജനത്തെ പരിപാലിക്കുകയും ചെയ്യണം. ജീവിത വിശുദ്ധിയുള്ളവരാകണം. വിശ്വസ്തയോടെ ശുശ്രൂഷകൾ നിർവഹിക്കണം. മനുഷ്യരുടെ അഭിനന്ദനങ്ങളെക്കാൾ ദൈവത്തിന് അംഗീകാരം അന്വേഷിക്കണം. ആധുനിക പട്ടത്ത ശുശ്രൂഷ നേരിടുന്ന വെല്ലുവിളികൾ അനവധിയാണ്. മറ്റുള്ളവരുടെ പ്രീതി നേടുന്നതിന് വേണ്ടി ശുശ്രൂഷയുടെ അടിസ്ഥാന തത്വങ്ങൾ ബലി കഴിക്കരുത്. ഇടയ പരിപാലനത്തേക്കാൾ അധികാരത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടി പരിശ്രമിക്കരുത്. വിമർശനങ്ങൾ നിരാശിതരാകുകയും പ്രാർത്ഥനയും ജീവിത വിശുദ്ധിയും അവഗണിക്കുകയും ചെയ്യരുത്. ഈ വിളിയെക്കുറിച്ച് ബോധ്യമുള്ളവരാകുകയും എളിമ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുക. പ്രാർത്ഥനയ്ക്കായി സമയം ചിലവഴിക്കുക. ക്രിസ്തുവിനെ പ്രസംഗിക്കുക. ഇടയ പരിപാലന ശുശ്രൂഷ ചെയ്യുക. വിശ്വസ്തരാകുക എന്നതെല്ലാമാണ് പട്ടത്ത ശുശ്രൂഷ അർത്ഥവത്താക്കാനുള്ള പോംവഴി. സഭാജനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്തമാണുള്ളത്. സഭാ ശുശ്രൂഷകർക്കും മേൽപ്പട്ടക്കാർക്കും വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ അവർ കടംപ്പെട്ടവരാണ്. ശുശ്രൂഷകരെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറയുക. അവരുടെ ശുശ്രൂഷകളെ പിന്തുണയ്ക്കുക. ശുശ്രൂഷകരും മനുഷ്യരാണെന്നും അവർക്കും ദൈവകൃപ ആവശ്യമാണെന്നും മനസ്സിലാക്കുക. ഇപ്രകാരം ദൈവവിളിക്ക് അനുസരണമായി എളിമയോടും വിശ്വസ്തയോടും കൂടി ദൈവിക ശുശ്രൂഷ നിർവഹിക്കപ്പെടണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.